രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നമസ്കാരം. ഇത് കർക്കിടക മാസമാണ്. കർക്കിടക മാസം തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ നമ്മുടെ കേരളത്തിലെ ഹൈന്ദവ ഭവനങ്ങളിലെല്ലാം രാമായണം പാരായണം ചെയ്യുക എന്ന ഒരു ചടങ്ങുണ്ട്. അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിദധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധം ഈ ജന്മോ കൊണ്ടേ. ഈ ശ്ലോകത്തിലൂടെ പരമേശ്വരൻ നമ്മൾക്ക് തരുന്ന ഉപദേശം എന്താണെന്ന് വെച്ചാൽ, ഈ ആധ്യാത്മിക രാമായണത്തിന്റെ അർത്ഥം അറിഞ്ഞിട്ട് അതിന്റെ രഹസ്യം അറിഞ്ഞ് അതിനെ ഉൾക്കൊണ്ട് ചൊല്ലുന്ന ഏതൊരു വ്യക്തിക്കും അത് മുക്തിയും മോക്ഷവും ഈ ഭൂമിയിൽ തന്നെ ലഭിക്കുന്നതാണ് എന്നാണ് ഈ ശ്ലോകം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. സർവദേവേശ ജഗന്നായക കാരുണ്യബ്ദേ അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയോ മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്ന് കേൾപ്പൂ. ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുപടി തന്നോടാകാംക്ഷ പരവശ ചോദസാ ചോദിക്കുന്നു. കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം. ഉമാമഹേശ്വര സംവാദമാണ്. വിജ്ഞാനം, ജ്ഞാനവൈരാഗ്യങ്ങൾ എന്നീ തത്വങ്ങളും ഭക്തി, ലക്ഷണം, സാഖ്യം, യോഗം, ക്ഷേത്രം, ഉപവാസം, യാഗാദികർമ്മം, തീർത്ഥസ്നാനം, ദാനധർമാദി എന്നിവയും ഫലപ്രാപ്തിയും അതിന്റെ വർണ്ണാശ്രമ ധർമ്മങ്ങളും ആശ്രമധർമ്മങ്ങളെല്ലാം ഒന്നൊഴിയാതെ അങ്ങ് എനിക്ക് ഉപദേശിച്ചു തരണമെന്ന് ഉമാമഹേശ്വരി തന്റെ ഭർത്താവായ ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നതാണ്. ഉമാമഹേശ്വര സംവാദമാണ് ഈ രാമായണം മുഴുവനും നമ്മൾ അറിയുന്ന ഈ കഥ മുഴുവനും. അപ്പൊ ഇതെല്ലാം ഭഗവാൻ വളരെ വിസ്തരിച്ച് ഭഗവതിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ ഇത് വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത്. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്തനാദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൽ പരബ്രഹ്മം ജഗദോത്ഭവ സ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ അദ്വയം ആദ്യം ജനവ്യജനാത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകലാത്മകനീശൻ മാനുഷനെന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മനസം മയാ തമസംവൃതമാകമൂലം സീതാരാഘവമരുൾ സൂന് സംവാദം മോക്ഷസാധനം ചൊൽവേ കേട്ടാലും തെളിഞ്ഞു നീ. പരമാത്മാവായ ശ്രീരാമൻ പരമേശ്വരനാണ്, നമ്മുടെ പ്രകൃതിയുടെ പുരുഷനാണ്, അനാദിയും അനന്തവുമായ ഏകമായ കാരണമാണ്. ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാര സ്വരൂപമായ ബ്രഹ്മാവിഷ്ണു മഹേശ്വര രൂപമാണ് ഭഗവാൻ. ഏകനും അനാദിയും അജനും അവ്യയനും ആത്മാരാമനും സച്ചിന്മയനും സകലത്തിലും കുടികൊള്ളുന്നവനുമായ ആ തത്വത്തെ മനുഷ്യനെന്ന് കരുതി ധരിച്ചിടുന്നവർ മൂഢരാണ് എന്നാണ് പറയുന്നത്. മായയായ ഇരുട്ടുകൊണ്ട് അവരുടെ മനസ്സ് മൂടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഭഗവാനെ അവർ മനുഷ്യനായി കാണുന്നു. മനുഷ്യനല്ല, ഭഗവാൻ
പരമാത്മസ്വരൂപമാണ് എന്ന് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് അർത്ഥമാക്കി തരികയാണ്. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യ കാരുണ്യത്താൽ. മൽഭക്തനായുള്ളവനി പദമറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടുന്നു, ഇല്ല സംശയമേതും. മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രഗ്രന്ഥങ്ങൾ തോറും സദ്ഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു. ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മോ കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവോ കൈവല്യവും. രാമായണ തത്വം എന്ന് പറയുന്നത് തത്വമസി എന്ന വാക്ക് തന്നെയാണ്. അതായത് തത് ത്വം അസി, അത് നീ തന്നെയാകുന്നു. ഓരോ മനുഷ്യരും ഈ പരബ്രഹ്മത്തിന്റെ രൂപങ്ങൾ തന്നെ ആണ് എന്ന് മനസ്സിലാക്കുന്നതാണ് രാമായണ തത്വം എന്ന് പറയുന്നത്. രാമായണം നാം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഭഗവാനും നമ്മളും ഭിന്നരല്ല. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഈ പരബ്രഹ്മം നമ്മൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കി തരുന്നതാണ് രാമായണം. ശ്രീരാമചന്ദ്ര കൃപാലു ഭജമന ഹരണഭാവ ഭയദാരുണം നവകഞ്ചലോചന കഞ്ചമുഖകര കഞ്ച പാദ കാചാരുണം. ശ്രീരാമചന്ദ്ര കൃപാലു ഭജമന ഹരണഭാവദാരുണം. ശ്രീരാം ശ്രീരാം